മനുഷ്യന് ഒരു കഷ്ടപ്പാട് വരുമ്പോൾ താഴ്മയോടുകൂടി ദൈവത്തിനോട് പ്രാർത്ഥിക്കും. അങ്ങനെ അവനിൽ നിന്ന് ആ കഷ്ടത നീങ്ങുകയോ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം ലഭിക്കുകയോ ചെയ്താൽ അവനവനോട് പ്രാർത്ഥിച്ചിട്ടേ ഇല്ല എന്ന മട്ടിൽ തിരിഞ്ഞു കളയും. അതേപോലെ ദൈവത്തിന് സമന്മാരുണ്ടാക്കുക പോലും ചെയ്യും. ഈ അർത്ഥം വരുന്ന ഒരായത്തുണ്ട് വിശുദ്ധ ഖുർആനിൽ. നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ താഴ്മയോടുകൂടി ആത്മാർത്ഥമായി ദൈവത്തിനോട് പ്രാർത്ഥിക്കും. എന്നിട്ട് നമുക്ക് അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല എന്ന മട്ടിൽ തിരിഞ്ഞു കളയും. നമുക്കത് ഓർമ്മയേ ഉണ്ടാവുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരുപാട് പ്രാർത്ഥനകളുടെ ഉത്തരമാണ്. കഴിഞ്ഞ വർഷം നമുക്ക് ഉണ്ടായിട്ടില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ വർഷം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതൊന്നും ചിന്തിക്കുന്നേ ഇല്ല, അതൊന്നും നമ്മൾ ആലോചിക്കുന്നേ ഇല്ല. പടച്ച തമ്പുരാൻ പറഞ്ഞത് ലൈൻ ഷക്കർത്തും ല അസീദന്നക്കും എന്നാണ്. നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് അധികരിപ്പിച്ച് തരിക തന്നെ ചെയ്യും. വലൈൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിലോ ദൈവത്തിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് അതികഠിനമാണ് എന്നതാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് എപ്പോഴും ബോധവാന്മാരാവുകയും അതേപോലെ തന്നെ അതിന് നന്ദി കാണിക്കുകയും വേണം. അതേപോലെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ബോധവാന്മാരാകണം. താങ്ക് യു.